നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു കാര്യം അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഏത് കരിയർ ചൂസ് ചെയ്യണം? ചുറ്റും നോക്കുമ്പോൾ പലരും പല കോഴ്സുകൾ എടുക്കുന്നു, പല കരിയറും സ്വീകരിച്ച് പ്ലാൻ ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഒരു കോഴ്സ് പറയുന്നു, കൂട്ടുകാർ പല കോഴ്സ് പറയുകയാണ്, വീട്ടുകാർ വേറെതൊക്കെ കോഴ്സ് പറയുകയാണ്. എന്തിന് പറയണം? ഈവൻ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ പോലും നിങ്ങൾക്ക് കരിയർ അഡ്വൈസ് തരികയാണ്. എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എന്താണ് ഇത്ര കൺഫ്യൂഷൻ വരുന്നത്? ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ഡൗട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഈ കൺഫ്യൂഷൻ ആവുന്നത് നിങ്ങളുടെ ഫാൾട്ടല്ല, തികച്ചും നോർമലാണ്. ആദ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് നോക്കിയാലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യണം. റിപ്പീറ്റ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള, നിങ്ങൾക്ക് ഐഡിയൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു മേഖലയിലുള്ള നിങ്ങളുടെ ഭാവി അവിടെ നിങ്ങൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഒരു എക്സാമ്പിൾ അത് എക്സ്പാൻഡ് ചെയ്ത് തരാം. ഫോർ ഇൻസ്റ്റൻസ്, ഇമാജിൻ ദിസ്. ഒരു കുട്ടിയോട് ഒരാളൊരു മെനു കാർഡ് കാണിച്ചിട്ട് പറയുകയാണ്, ഇതിൽ 20 ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്യണം. 20 ഫുഡ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റി ആണെന്ന് തോന്നുന്ന ഒന്നായിരിക്കണം. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഡെയിലി കഴിച്ചാലും മടുക്കാത്ത ഒന്നായിരിക്കണം. നോട്ട് ദ പോയിന്റ്. ഈ കുട്ടി ഈ ഒരു ഒറ്റ ഫുഡ് ഐറ്റംസ് ഇന്നേ വരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സെലക്ട് ചെയ്യുന്നത്? ഡെയിലി കഴിക്കാൻ പറ്റുന്നതായിരിക്കണം, ടേസ്റ്റി ആണെന്ന് തോന്നുന്നതായിരിക്കണം. ഒന്നുകിൽ പേര് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. പക്ഷേ പേര് നോക്കി സെലക്ട് ചെയ്തിട്ട് എന്താ കാര്യം? ടേസ്റ്റി ആവണമെന്നില്ല. അല്ലെങ്കിൽ വേറെ റിവ്യൂസ്, കഴിച്ച ആൾക്കാരുടെ റിവ്യൂസ് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നത് വേറെ ആൾക്ക് ഇഷ്ടം തോന്നണമെന്നില്ല. ഇപ്പം എനിക്ക് ടേസ്റ്റി ആണെന്ന് തോന്നുന്ന ഫുഡ് നിങ്ങൾക്ക് ടേസ്റ്റി ആവണമെന്നില്ല. ആ കുട്ടി എങ്ങനെ അത് സെലക്ട് ചെയ്യും? കരിയറും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ റിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് ഈ ഫിയർ, അതുകൊണ്ടാണ് ഈ ഡിലേ. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് അല്ല, നോർമലാണ്. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. കരിയർ സൈക്കോളജിയിൽ ഒരു ഫേമസ് തിയറി ഉണ്ട്, പ്ലാൻഡ് ഹാപ്പൻസ്റ്റൻസ് തിയറി. Planned happenstance states that careers are not built through perfect planning. They are shaped through actions, curiosity and opportunities. അതായത് കരിയർ ക്ലാരിറ്റി ഒരു പെർഫെക്റ്റ് പ്ലാനിങ്ങിൽ വരുന്നതല്ല, അത് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ ബിൽഡ് ചെയ്ത് വരുന്ന ഒന്നാണ്. ഒരാളൊരു കസ്റ്റമർ സപ്പോർട്ട് ജോബിൽ ജോയിൻ ചെയ്തു. ഒരു ഡ്രീം ജോബല്ല, പക്ഷെ ഒരു പാർട്ട് ടൈം ജോബായിട്ടാണ് അയാൾ അത് കണക്കാക്കിയിരുന്നത്. ഡെയിലി കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് കേൾക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നതായിരുന്നു അയാളുടെ പണി. ഒരു ദിവസം റിപ്പീറ്റഡ് ആയിട്ടുള്ള, അതായത് സെയിം ആയിട്ടുള്ള പ്രോബ്ലംസ് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വരുന്നത് ഇയാൾ നോട്ടീസ് ചെയ്തു. അങ്ങനെ ആ പ്രോബ്ലംസൊക്കെ ഇയാൾ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തു, ഒരു റിപ്പോർട്ട് പോലെ. അങ്ങനെ കുറേ കഴിഞ്ഞ് അത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി പുള്ളി. അത് എങ്ങനെയൊക്കെ സോൾവ് ആവുന്നത്, എന്തൊക്കെ പ്രതിസന്ധിയിലാണ് കസ്റ്റമേഴ്സ് അത് കാരണം ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ അത് സോൾവ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ ഈ ഒരു റിപ്പോർട്ട് അയാളുടെ മാനേജർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മാനേജർ, ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രോബ്ലംസ്, കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതിൻ്റെ ട്രാക്ക് ഡൗൺ റിപ്പോർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്, കമ്പനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് പുള്ളി, ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി, അങ്ങനെ പുള്ളി ആ കമ്പനിയിൽ തന്നെ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റർ, അതുപോലെ തന്നെ വെബ് ഡെവലപ്പർ, ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് കരിയർ ചൂസ് ചെയ്ത നിരവധി ആൾക്കാർ ഉണ്ട്. ഒരാൾ ഇതുപോലെ ഒരു IT കരിയറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ ചെയ്ത് പുള്ളിക്ക് മടുത്തു. അങ്ങനെ അയാളുടെ വർക്ക്, സ്ഥിരമായിട്ട് ഒരേ കാര്യം ചെയ്യുന്ന വർക്ക് ഓട്ടോമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ AI ടൂൾസ് നിർമ്മിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കാൻ വെച്ചു. അങ്ങനെ അതിനൊരു കോഴ്സ് എടുത്തു, AI ഏജൻറ്റ് കോഴ്സ്. അങ്ങനെ ആ AI ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്സ് അയാൾ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇയാളൊരു AI എഞ്ചിനീയറിംഗ് എക്സ്പേർട്ടായി. ഈ എല്ലാവരും ഇതാണ് എൻ്റെ കരിയർ എന്ന് പറഞ്ഞവരല്ല. അവർ പറഞ്ഞത് ലെറ്റ് മീ ട്രൈ ദിസ്. നിങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണെങ്കിൽ അതൊരു ഫെയിലിയർ അല്ല, അതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. മറിച്ച് നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കരിയർ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. കരിയർ ക്ലാരിറ്റി ഒരു പ്രഡിക്ഷനിലൂടെ, അതായത് പ്രവചനങ്ങളിലൂടെ വരുന്നതല്ല, അത് മറിച്ച് നാവിഗേഷനിലൂടെ, ഒരു യാത്രയിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. ഒരടി മുന്നോട്ട് വയ്ക്കുക, എക്സ്പ്ലോർ ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ക്ലാരിറ്റി വരും. സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് നിർത്തിയാലോ? I think for youngsters,
everybody will have this doubt. No, what am I going to be? What am I going to do? What am I going to be good at? Right? Just don't wait for the opportunity. Just jump in. Whatever opportunity comes in, jump in. Then you will know your limitations and what you're liking, and this I can do all my life. Like always, don't see it as work. See it as a holiday. See it as something which you can do all your life. Then you can keep sailing. You just have to float. That's all.